ലീഗിനെതിരായ പോരാട്ടത്തിൽ വെള്ളാപ്പള്ളിക്ക് ഇന്ധനം നിറച്ച് നരേന്ദ്രമോദിയുടെയും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെയും മിന്നൽ നീക്കം. മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശം, തീവ്രവാദി വിളി, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ നിലപാടുകൾ ഈ വഴിക്ക് നീങ്ങുന്ന വെള്ളാപ്പള്ളിക്ക് കൈകൊടുക്കാൻ ജാവേദ്കർ ദില്ലിയിൽ നിന്നും എത്തി. നടേശനെ കൃത്യമായും വീട്ടിലെത്തിയാണ് കണ്ടത്. അപ്പോൾ തന്നെ നയം വ്യക്തമാണ്. വെള്ളാപ്പള്ളിയുടെ രോമത്തിൽ തൊടാൻ പോലും ഭീഷണി ഉയർത്തിയവരെ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, തീവ്രവാദത്തിനെതിരായ പോരാട്ടം എന്ന നിലയിൽ ഇനി എന്തെങ്കിലും ആരെങ്കിലും ആക്രമിച്ചാൽ UAPA വരെ ചുമത്തി അകത്താക്കാനും സാധ്യത. ഇതോടെ കരിയോയിൽ ഒഴിക്കാൻ നടന്നവർക്കൊക്കെ പണിയായിരിക്കുകയാണ്. SNDPയും നടേശനും എന്നും നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. NDAയിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മോദിയുമായി ഉള്ള ബന്ധം നേരിട്ടാണ്. കേരളത്തിലെ BJP നേതാക്കളെക്കാൾ മോദിയോട് നേരിട്ട് ബന്ധം വെള്ളാപ്പള്ളിക്കും കുടുംബത്തിനുമുണ്ട്. ആ നിലയ്ക്കും കേന്ദ്രത്തിന്റെ ഇടപെടൽ കാണണം. വെള്ളാപ്പള്ളിക്ക് സുരക്ഷ കൂട്ടുമെന്നറിയുന്നു. മത തീവ്രവാദികളുടെ പരസ്യമായ ഭീഷണി നിലനിൽക്കുന്നതിനാൽ കർശന സുരക്ഷാ വലയം ഏർപ്പെടുത്താൻ നീക്കമുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുതിർന്ന BJP നേതാവ് പ്രകാശ് ജാവേദ്കർ കൂടിക്കാഴ്ച നടത്തിയത് ഞായറാഴ്ചയാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ വിവാദമാകുന്നതിനിടെയാണ് ജാവേദ്കർ കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. ഉച്ചവരെ വെള്ളാപ്പള്ളി നടേശനൊപ്പം ചിലവഴിച്ചു. BJP സംസ്ഥാന ജില്ലാ നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു. മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നിരന്തരമായി ഉയർത്തുന്ന വർഗീയ പരാമർശങ്ങൾക്കെതിരെ വൻതോതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്കെതിരെ രാഷ്ട്രീയമായി ചെറുത്തുനിൽപ്പ് തീർക്കാൻ BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. വർഗീയ പരാമർശങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടാനുള്ള BJPയുടെ നീക്കം. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുപ്പം തുടരുമ്പോഴും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ BJP ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയും BDJSഉം NDAയുടെ ഘടകകക്ഷിയായി നിൽക്കുമ്പോഴും BDJSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളാപ്പള്ളി പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണ് പതിവ്. എന്നാൽ അപ്പോഴും BJP നേതാക്കളുമായി വെള്ളാപ്പള്ളി സൗഹൃദം പുലർത്തി വരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുന്നതിന്റെ ഭാഗമായാണോ പ്രകാശ് ജാവേദ്കറിന്റെ സന്ദർശനം എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കൂടിക്കാഴ്ച സംബന്ധിച്ച് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന നടപടിയാണ് മാധ്യമങ്ങളുടേത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വാദിക്കുന്നത്. 89 വയസ്സുള്ള തന്നോട് ഒരു മര്യാദയും കാണിക്കുന്നില്ല. ചില മീഡിയകൾ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. പറഞ്ഞതിൽ നിന്നും പിന്നോട്ടില്ല, ഒന്നും കൈവിട്ടു പോയിട്ടുമില്ല. വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. പല അപവാദങ്ങളും ഉണ്ടായപ്പോഴും സമുദായം കൈവിട്ടിട്ടില്ല. തീയിൽ കുരുത്ത താൻ വെയിലത്ത് വാടില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ. മുസ്ലിം വിരോധി എന്ന പ്രതിച്ഛായ രൂപപ്പെടുന്നതിൽ ദുഃഖമില്ല. പക്ഷെ ഞാൻ മുസ്ലിം വിരോധിയല്ല. മുസ്ലിം സമുദായത്തിനൊപ്പം നിന്ന് പ്രവർത്തിച്ച സമുദായ നേതാവാണ് ഞാൻ. മുസ്ലിം വിരോധിയോ ക്രിസ്ത്യൻ വിരോധിയോ ഒന്നുമല്ല. സാമൂഹിക നീതി ലഭിക്കാത്തതിനെ കുറിച്ചാണ് പറഞ്ഞത്, വർഗീയതയല്ല. കാന്തപുരവും തങ്ങൾ കുടുംബവും ഒന്നും ഇതേക്കുറിച്ച് ഒരു വാക്കുപോലും ചോദിച്ചില്ല. എന്റെ സമുദായത്തിനോടുള്ള അനീതിയെക്കുറിച്ച് ഞാൻ പിന്നെ ആരോട് പറയും? വെള്ളാപ്പള്ളി ചോദിച്ചു. സോദര ചിന്ത എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ച് പ്രവർത്തിക്കുന്നവരാണ് SNDP എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താനാകില്ല എന്നും SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഭരണ തുടർച്ചയ്ക്ക് അവസരമില്ല എന്ന് പറയാനാകില്ല. SNDP യോഗം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കില്ല. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. സമുദായം ഒരു തീരുമാനമെടുത്താൽ അതുപ്രകാരം എല്ലാവരും വോട്ട് ചെയ്യും എന്ന് കരുതുന്ന മഠയനല്ല താൻ. VD സതീശന്റെ ഒരു പണിയും SNDPക്കുള്ളിൽ നടപ്പാകില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.